നമസ്കാരം. ആ, എല്ലാരും ഉണ്ടല്ലോ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. Now let us start. കഴിഞ്ഞ 6 മാസമായി ഈ പോർട്ടിൽ ഇത് 3ാമത്തെ പണിമുടക്കാണ്. 8.5 കോടി രൂപയുടെ കയറ്റുമതി ഉൽപ്പന്നങ്ങളാണ് ഈ പോർട്ടിൽ കെട്ടിക്കിടക്കുന്നത്. പല കപ്പലുകളും ചരക്കിറക്കാതെ തിരിച്ചുപോയി. ഈ നില തുടർന്നാൽ ഈ പോർട്ട് തന്നെ അടച്ചു പൂട്ടേണ്ടി വരും. ചെയർമാൻ, ഇത് കേട്ട് മടുത്തു. സമരം നടക്കുമ്പോഴെല്ലാം നിങ്ങളുടെ സ്ഥിരം പല്ലവിയല്ലേ ഇത്? നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ നിലവിലുള്ള വേജസ് തന്നെ ഇന്ത്യയിലെ മറ്റേത് പോർട്ടിനേക്കാളും കൂടുതലാണ്. ബോംബെയിലും കൽക്കട്ടയിലും. ഇവിടെ കൊച്ചിയിലെ കാര്യം സംസാരിച്ചാൽ മതി. കുതിച്ചു കയറുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കൊത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് ഇനിയും പിടിച്ചോടിക്കണം അല്ലേ? അനാവശ്യം പറയരുത്. ഈ സമരം ഘോഷിപ്പണിക്ക് വേണ്ടിയല്ലേ? അതിനല്ലേ ഭാരം നിയന്ത്രിക്കണമെന്ന് ഡിമാൻഡ് വെച്ചിരിക്കണേ. ഇതൊക്കെ ഇപ്പൊ എന്തിനാ സംസാരിക്കുന്നത്? നിങ്ങൾ വെച്ച ഡിമാൻഡിനെ കുറിച്ച് മാത്രം സംസാരിച്ചാ പോരെ? എന്ത് സംസാരിക്കാനിരിക്കുന്നു? ഞങ്ങൾ വെച്ച 7 ഡിമാൻഡുകളും അംഗീകരിച്ചേ പറ്റൂ. ഇതെല്ലാം സമ്മതിക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല. ഈ 7 ഡിമാൻഡുകളിൽ അവസാനത്തെ 2 ഡിമാൻഡുകൾ പിന്നീട് അംഗീകരിക്കാവുന്ന വ്യവസ്ഥയിൽ ഒരൊത്തുതീർപ്പിന് ഞാൻ തയ്യാറാണ്. എന്റെ സഹപ്രവർത്തകരും മറ്റൊന്നും ഇനി ഇവിടെ പറയണ്ട. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താണ്? എന്ത് അഭിപ്രായം പറയാനാ? പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? സമ്മതിച്ചല്ലേ പറ്റൂ. എങ്കിൽ മെമ്മോറണ്ടം ഓഫ് സെറ്റിൽമെന്റ് ടൈപ്പ് ചെയ്യാൻ പറയൂ, ഒപ്പിട്ടേക്കാം. ടൈപ്പ് ചെയ്യാൻ പറയും. 1 മിനിറ്റ്. മിസ്റ്റർ ചെയർമാൻ, ടെമ്പററി ജോലിക്കാരെ സ്ഥിരപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കാതെ ഞങ്ങളുടെ യൂണിയൻ ഈ ഒത്തുതീർപ്പിന് തയ്യാറല്ല. അത് പിന്നീട് പരിഗണിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നിങ്ങളുടെ അഭിപ്രായം. ഞാൻ പറയുന്നത് എന്റെ യൂണിയന്റെ തീരുമാനമാണ്. മിസ്റ്റർ, എന്താ ഇയാളുടെ പേര്? ജനാർദ്ദനൻ. മിസ്റ്റർ ജനാർദ്ദൻ, ഞാൻ പറഞ്ഞത് കേട്ടേച്ചാ മതി. നിങ്ങളുടെ കൽപ്പന അനുസരിക്കുന്നവരായിരിക്കും ഇവിടെ ഇരിക്കുന്നവരൊക്കെ, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. ഞാൻ ആവശ്യപ്പെട്ട കാര്യത്തിൽ ചെയർമാന്റെ തീരുമാനം എന്താണ്? ഇപ്പോഴത് പരിഗണിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ ഈ ഒത്തുതീർപ്പിന് SSTU തയ്യാറല്ല. CKG, ഇത് വലിയ ചതിവായി പോയി. നിങ്ങൾ തന്ന ഉറപ്പമേലാണ് സമരം തീരുമെന്ന് പറഞ്ഞ് കേബിൾ കൊടുത്തത്. കമ്പനി വക 4 കപ്പലുകൾ നാളെ പോർട്ടിലെത്തും. മാത്യു, CKG ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. നിന്നെ ഇതേ നിലയിൽ കൊച്ചി കടലിൽ കൊണ്ടുപോയി കെട്ടിത്താഴ്ത്തിയാലും എന്നോട് ആരും ചോദിക്കാനില്ല. അതെനിക്കറിയാം. അങ്ങ് 15,000 പടയുടെ നേതാവല്ലേ. നിങ്ങൾ എന്ത് വൃത്തികേട് കാണിച്ചാലും ആരും അതേപ്പറ്റി ഒന്നും ചോദിക്കില്ല. അതും എനിക്കറിയാം. എന്നെ കടലിൽ കെട്ടിത്താഴ്ത്താനായിരുന്നെങ്കിൽ അതങ്ങ് ചെയ്താൽ പോരായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് കടലിൽ ഇടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വേണം. അപ്പൊ ഉദ്ദേശം കടലിൽ കെട്ടിത്താഴ്ത്താനല്ല, എന്നെ വെറുതെ ഒന്ന് പേടിപ്പിക്കാനായിരുന്നു. ശരി, ഞാൻ പേടിച്ചിരിക്കും. ഇനി എന്ത് വേണം? നാളെ പോർട്ടിൽ ജോലി തുടങ്ങാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. ബാക്കി എല്ലാ യൂണിയനുകളും അത് സമ്മതിച്ച് ഇതിലൊപ്പിട്ടിട്ടുണ്ട്. താനൊഴികെ. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. താൻ കൂടി ഇതിലൊപ്പിടും. സാധ്യമല്ല. എന്റെ യൂണിയനെയും എന്നെ വിശ്വസിച്ചിരിക്കുന്ന പാവപ്പെട്ട 7 തൊഴിലാളികളെയും ഞാൻ വഞ്ചിക്കില്ല. കാത് കെട്ടഴിച്ചു വിടൂ.
തന്റെ ഈ ആദർശവും ധീരതയും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. തൊഴിലാളിയും യൂണിയൻ പ്രവർത്തനവും ഒക്കെ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് 17 വർഷങ്ങൾക്ക് മുൻപ് വെറും 3 അംഗങ്ങളുമായാണ് ഈ കൊച്ചിൻ പോർട്ടിൽ ഞാൻ ആദ്യമായി തൊഴിലാളി യൂണിയൻ ആരംഭിച്ചത്. താൻ മുമ്പ് പറഞ്ഞല്ലോ 15,000 പടയുടെ നേതാവാണ് ഞാനെന്ന്. അതെ, 37 വിവിധ ട്രേഡ് യൂണിയന്റെ പ്രസിഡന്റാണ് ഞാൻ. ഒരു തൊഴിലാളിയല്ല, തൊഴിലാളി നേതാവാണ്. എന്തിനാണ് ഇതൊക്കെ എന്നോടിപ്പോ പറയുന്നത്? അനിയ, നീ വിഡ്ഢിയാകരുതെന്ന് കരുതി. ഇന്ന് ട്രേഡ് യൂണിയൻ ഇല്ല, യൂണിയൻ ട്രേഡേ ഉള്ളൂ. ട്രേഡ് യൂണിയനിസം നമ്മുടെ നാട്ടിലൊരു തൊഴിലാണ്. ശക്തിയുള്ളവനെ ഇവിടെ നിൽക്കാൻ പറ്റൂ. ഈ 7 അംഗങ്ങളെ കൊണ്ട് മാത്രം നിനക്ക് സാധിക്കുമോ? പറയൂ. ഞാൻ തന്നെ സഹായിക്കാം. ഇവിടുത്തെ ഫുഡ് കോർപ്പറേഷൻ എന്റെ യൂണിയൻ മാത്രമേ ഉള്ളൂ. താനൊരു ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ കൂടി തുടങ്ങിക്കോളൂ. ഇപ്പോ 7 അംഗങ്ങളുടെ നേതാവല്ലേ താൻ? തന്റെ യൂണിയനിൽ നിന്നും മറ്റൊരു 7 പേർ കൂടി ഫുഡ് കോർപ്പറേഷനിൽ ഞാൻ ജോലി തരാം. ഇനി ഒപ്പിടും. സംശയിക്കണ്ട. CKG ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. ഇവിടുന്നല്ലേ നിങ്ങൾ എന്താ ആലോചിക്കുന്നത്? അമ്മണി, ഞാനിന്ന് ചെയ്തത് ശരിയോ തെറ്റോ എന്ന് എനിക്കൊരു സംശയം. ആ കരാറിൽ ഒപ്പിട്ടത് എന്റെ തൊഴിലാളികളോട് ചെയ്തൊരു അനീതിയാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ചേട്ടൻ അതൊന്നും ഇനി ആലോചിക്കണ്ട. ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് ആരാണ്ടോ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞല്ലോ. എന്തിനാ അപകടത്തിലൊക്കെ പോയി ചാടുന്നു? അവന്മാരുടെ കാര്യം കൊണ്ട് നടന്നിട്ട് നമുക്കെന്തോ ഒരു പ്രയോജനം? ഇന്ന് ഞാൻ CKG നിന്ന് നേടിയെടുത്തത് ഫുഡ് കോർപ്പറേഷനിൽ 7 ചുമട്ട തൊഴിലാളികളുടെ ജോലിയാണ്. നിങ്ങൾ അവിടെ പോയി ചുമടെടുക്കാൻ പോവാണോ? ഫുഡ് കോർപ്പറേഷനിൽ ഒരു ജോലിക്ക് ഇന്ന് 15,000 രൂപ വരെ തരാൻ ആളുണ്ട്. നേരോ? അപ്പോ 7 ജോലിക്ക് 15,000 രൂപ വെച്ച് അത്രയും രൂപ നമുക്ക് കിട്ടുമോ? നമുക്കെങ്ങനെ കിട്ടാൻ? ഈ ജോലി നമ്മുടെ യൂണിയനിൽപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതല്ലേ. കാശിന് ഗതിയില്ലാത്ത കടപ്പുറക്കാർക്ക് വെറുതെ കൊടുക്കാൻ പോവാ? എനിക്കൊന്നും കേൾക്കണ്ട. ഈ വീട്ടിലെ ദാരിദ്ര്യം ചേട്ടൻ അറിയാമല്ലോ. പറഞ്ഞാൽ വക്കീലിന്റെ ഭാര്യയാണ്. ഒരു കൂലിപ്പണിക്കാരന്റെ ഭാര്യയേക്കാൾ കഷ്ടമല്ല എന്റെ സ്ഥിതി. അമ്മണി, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് കരുതി കിട്ടിയത് വെറുതെ ആർക്കും ദാനം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കടപ്പുറത്തുകാർക്ക് വില്ലുന്ന കാര്യം അവരെന്നെ ഈ ജോലി ചോദിച്ചു വാങ്ങിച്ചത്. ഈ കഷ്ടപ്പെടുന്നതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ? ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ പറ.